ആശാ വർക്കേഴ്സ് അവരുടെ സമരം കടുപ്പിക്കുകയാണ്. രണ്ടാം ഘട്ട സമരം എങ്ങനെ എന്നതിലെ തീരുമാനമായിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. അശ്ലീല പരാമർശം നടത്തിയ CITU നേതാവ് KN ഗോപിനാഥിനെതിരെ ആശാ വർക്കേഴ്സ് വക്കീൽ നോട്ടീസ് അയച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതോടെയാണ് ആശമാർ വീണ്ടും സമരം ഘടിപ്പിക്കുന്നത്. മാർച്ച് 17-ന് സംസ്ഥാനത്തെ ആശമാരെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഇത്രയും അധിക പിന്തുണയും ന്യായയുക്തതയുമുള്ള ഈ സമരത്തോടുള്ള ഗവൺമെന്റിന്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. നിലവിലെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതും സംസ്ഥാന സർക്കാരാണെന്നും സമരക്കാരെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആശമാർ ആവശ്യപ്പെടുന്നു. സമരക്കാർക്കെതിരെ CITU നേതാവ് KN ഗോപിനാഥ് നടത്തിയ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുന്നതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി? ഈ മാസം 3-നായിരുന്നു ആശമാർക്കെതിരെയുള്ള KN ഗോപിനാഥിന്റെ പരാമർശം. 24 തിരുവനന്തപുരം.